ഹായ് എവരിവൺ. ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകൾ, ക്രൈം സീരീസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ കൂടുതലും. ഇത് കണ്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആകാനും ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ എങ്ങനെ? യെസ്, BSc ഫോറൻസിക് സയൻസ് അതിന് വളരെ നല്ലൊരു കരിയർ ഓപ്ഷൻ ആണ്. ഫോറൻസിക് ബയോളജി, ഫോറൻസിക് കെമിസ്ട്രി, ഫോറൻസിക് സൈക്കോളജി, ഡിജിറ്റൽ ഫോറൻസിക്, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെയാണ് ഈ കോഴ്സിൽ വരുന്ന മെയിൻ സബ്ജക്റ്റുകൾ. ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് സാമ്പിളുകൾ, ഫോർ എക്സാമ്പിൾ ബ്ലഡ് സാമ്പിൾസ്, DNA, ഫിംഗർ പ്രിന്റ്സ്, ഡിജിറ്റൽ എവിഡൻസസ് ഇവയൊക്കെ ശാസ്ത്രീയമായി പരിശോധിച്ച് ഇൻവെസ്റ്റിഗേഷന് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് ഫോറൻസിക് സയൻസ് പ്രൊഫഷണലിന്റെ ഡ്യൂട്ടി. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകൾ എടുത്തവർക്ക് മാത്രമേ ഈ കോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള NFSU, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, ഗാന്ധിനഗർ എല്ലാ വർഷവും BSc, PG, ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകൾക്കായി എൻട്രൻസ് നടത്താറുണ്ട്. എൻട്രൻസ് ക്വാളിഫൈ ചെയ്താൽ NFSUവിന്റെ കീഴിലുള്ള കോളേജുകളിൽ അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ നേടാം. എൻട്രൻസ് ഇല്ലാതെ അഡ്മിഷൻ ചെയ്യാവുന്ന ധാരാളം കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഇനി ഇതിന്റെ ജോലി സാധ്യതകളിലേക്ക് വരാം. ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെന്റ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, ക്രൈം ബ്രാഞ്ച്, ഇന്റലിജൻസ് ബ്യൂറോ, ഡിഫൻസ്, ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റീസ്, ബാങ്ക്സ്, CBI, CID തുടങ്ങിയ ഇടങ്ങളിലൊക്കെ നമുക്ക് ജോലി സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഫ്രോഡ് എക്സാമിനർ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ്, ഫോറൻസിക് എക്സ്പേർട്ട്, ജനറ്റിക് എക്സ്പേർട്ട്, DNA അനലിസ്റ്റ് എന്നിങ്ങനെ നിരവധി ഡെസിഗ്നേഷനുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂണിവേഴ്സിറ്റികളും കോളേജുകളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അംഗീകാരം, ലാബ് ഫെസിലിറ്റീസ്, ഫീസ് തുടങ്ങിയ സംശയങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.